തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിനായി എത്തുന്ന തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലാണ് ഇപ്പോഴുള്ളത്. അവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മറ്റ് ഈ ക്ഷേത്രം ഭാരവാഹികളുമൊക്കെ ഈ ബലിതർപ്പണത്തിനായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബലിമണ്ഡപത്തിൽ ഇത്തരത്തിൽ ബലിയർപ്പണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഏതാണ്ട് 9ഓളം ബലിമണ്ഡപങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ ക്ഷേത്രത്തിനകത്തുള്ള 2 സ്ഥിരം ബലിമണ്ഡപങ്ങൾക്ക് പുറമെ ഈ ലങ്കാക്കടവ് എന്നറിയപ്പെടുന്ന ഭാഗത്ത് മറ്റ് ബലിമണ്ഡപങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ വിവിധയിടങ്ങളിലായി ഇത്തരത്തിൽ ബലിമണ്ഡപങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പുലർച്ചെ 2 മണി മുതൽ തന്നെ ഇവിടെ ഈ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിപുലമായ ക്രമീകരണങ്ങൾ അത് ഇന്നലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് ഇവിടെത്തി വിലയിരുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. നിരവധി ഉദ്യോഗസ്ഥരൊക്കെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ക്രമീകരണങ്ങൾ കൈക്കുന്നുണ്ട്. പോലീസുകാരുണ്ട്. അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ബലിയർപ്പണ ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. ഒരേ സമയം ഒരു ബലിമണ്ഡപത്തിൽ 80ഓളം പേർക്ക് ഇവിടെ ബലിയർപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിനുശേഷം ഈ അർപ്പിക്കുന്ന ഈ അരിയും എള്ളും പൂവും ഒക്കെ ഈ മണ്ഡപത്തിലേക്ക് പോയി അവിടെ ഒഴുക്കി അവിടെ മുങ്ങി നിവരുന്നതോടുകൂടി പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടുകൂടി ആ ചടങ്ങുകൾ പൂർത്തിയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബലിയർപ്പണ ചടങ്ങിന് ഈ ദിവസം അല്ലാതെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മറ്റു ദിവസങ്ങളിലും ബലി അർപ്പിക്കാൻ പറ്റിയ പിതൃക്കൾക്കായി ബലി അർപ്പിക്കാൻ പറ്റിയ ഒരു ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ചടങ്ങുകളൊക്കെ പുരോഗമിക്കുന്നു. അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അർപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഈ മണ്ഡപത്തിലെത്തി ഈ മുങ്ങി നിവരുന്നതോടുകൂടി പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടുകൂടി ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു. അതിനുശേഷം വീട്ടിലേക്ക് പോകുന്നു. അവിടെ സദ്യ ഒരുക്കിയിട്ടുണ്ടാവും. അത് ഇലയിട്ട് പിതൃക്കൾക്ക് ആദ്യം വിളമ്പി കൊടുക്കുന്നതിന് ശേഷം മാത്രമായിരിക്കും വീട്ടുകാർ കഴിക്കുക. അതോടുകൂടി ഈ ബലിയർപ്പണ ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായെന്ന് വേണം പറയാൻ. ഏതായാലും വിശ്വാസത്തിന്റെ ഭാഗമായ ഈ ബലിയർപ്പണ ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്നും ക്യാമറാമാൻ ജിനു എസ് രാജിനൊപ്പം ഹരികൃഷ്ണൻ, 24.